സോ കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ 356 357. നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമെ റിലേറ്റഡ് ആൻഡ് മാംഗ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. നീ സ്ട്രോങ്ങർ തന്നെയാണ്, പക്ഷേ നീ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിന്റെ ഈ സ്ട്രെങ്ത് കൊണ്ട് നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അതേസമയം ക്ലോർ കിണ്ണത്തിന്റെ ചുറ്റും കുറേയധികം പാലഡിൻസ് പറന്ന് നടപ്പുണ്ട്. ഇതിനെ എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന മാജിക് നീഡ്സ് അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ആ ഒരു പാലഡിയൻ റിപ്പൽ ചെയ്ത് കളയും. നമ്മളിവിടെ യൂസ് ചെയ്തത് ഒരു മാജിക്കൽ ആർട്ടിബ്യൂട്ട് അല്ല, പകരം പല പല മാജിക്കൽ ആർട്ടിബ്യൂട്ട്സ് ആണ്. എന്നിട്ടും അതിന്റെ മേത്ത് ഒരു സ്ക്രാച്ച് പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്തൊരു സ്ട്രെങ്ത് ആണ്! ഈ ലോകത്തിനെതിരെ നിന്നിരുന്ന പലരെയും അവൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അവരെ എല്ലാവരും ഈ ലോകത്തിന്റെ ഗാർഡിയൻ ഏഞ്ചൽസ് ആക്കി മാറ്റി. ശപിക്കപ്പെട്ട ഈ ഒരു ലോകം സമാധാനത്തിന്റെ സ്നേഹത്തിന്റെയും പാതയിലേക്ക് മാറാൻ വേണ്ടി അതിനെയൊക്കെ എതിർത്തവർ തന്നെ ഗാർഡിയൻ ഏഞ്ചൽസ് ആക്കി മാറ്റി. ഇവർ ഓരോരുത്തർക്കും ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാജിക് നീഡ്സും നോബിൾസും ആർക്കും തന്നെ അവരെ തൊടാൻ പോലും സാധിക്കുന്നില്ല. പറയാൻ നേരത്ത് അവിടേക്ക് ഒരാൾ നടന്നു വന്നിട്ട് പറയുന്നുണ്ട്, അല്ല എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ നമ്മുടെ നാട്ടുകാരെ പ്രൊട്ടക്ട് ചെയ്യണം. എനിക്കറിയാം ഇവരുമായിട്ട് എനിക്ക് മുട്ടി നിൽക്കാൻ പോലും സാധിക്കത്തില്ല, പക്ഷേ എങ്കിലും എനിക്കതും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനും സാധിക്കത്തില്ലല്ലോ. ഇവരെല്ലാവരും ഡിഫീറ്റ് ചെയ്യാതെ നമുക്ക് ഈ നാട് രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ പോകും. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പരടിയൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ സക്സസ്ഫുള്ളി തന്നെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ബ്ലോക്ക് ചെയ്യുന്നു കണ്ടു നിന്ന എല്ലാവരും അവളെ പോലെ തന്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അവളുടെ മാജിക് പവർ കൂടിയോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? അവൾ അപ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരുടെ ചുറ്റിനും കുറേ ചെറിയ ചെറിയ ഫെയറിസ് പറന്ന് നടപ്പുണ്ട്. എല്ലാരും കണ്ടോളൂ, ഞാനും എന്റെ യൂണും കൂടെ ചേർന്ന് ഇവിടുത്തെ മാജിക്കും ടൈമും സ്പേസും എല്ലാം കൺട്രോൾ ചെയ്യാൻ പോയാണ്. നമ്മുടെ അലൈസിന്റെ ഒക്കെ സ്ട്രെങ്ത് കൂടി നമ്മുടെ എനിമീസിന്റെ ഒക്കെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ യൂണോയും പുള്ളിക്കന്റെ മാജിക് സ്പിരിറ്റായിട്ടുള്ള ബെല്ലും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ മാജിക് നൈറ്റ്സ് എല്ലാവരും അവരുടെ സ്ട്രെങ്ത് ഒക്കെ റീഗെയിൻ ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകും. അവരുടെ ഹോബൊക്കെ നശിച്ചപ്പോഴും അവർക്ക് വീണ്ടും പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവരങ്ങനെ ആ പാലഡിന്റെ നേരെ ചെല്ലുവാണ്. എന്നാൽ പെട്ടെന്ന് യൂണോയുടെ പുറകെ നമ്മുടെ ലൂഷ്യസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് യൂണോന്റെ പുള്ളിക്കന്റെ ടൈം മാജിക്കിനത് ട്രാപ്പ് ചെയ്യും. ടൈം മാജിക്കിന്റെ അറ്റാക്സ് ഒക്കെ ഡിറ്ററേഷൻ ബേസ് ചെയ്താണ്. അതായത് അതിന്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ യൂണോ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് തെറ്റ് ലൂഷ്യസ്. എന്റെ നെവർലാൻഡ് സമയം എപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കണം. ആ ഒരു മാജിക്ക് എന്റെ ഒരു മാജിക്കിന് വേണ്ടി മാത്രം എതിരാളിയായിട്ട് ജനിച്ചതുപോലെ തന്നെ. യൂണോ, ശരിക്കും നീ എന്റെ റൈവൽ അല്ലേ? അപ്പൊ തന്നെ യൂണോ പറയുന്നുണ്ട്, അല്ല, എനിക്ക് ഓൾറെഡി ഒരു റൈവൽ ഉണ്ട്, അത് നീ എന്തായാലും അല്ല. എന്നിട്ട് ലൂഷ്യസിന്റെ നേരെ വളരെ പവർഫുൾ ആയ ഒരു അറ്റാക്ക് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ലൂഷ്യസ് അത് കൈകൊണ്ട് തന്നെ പിടിക്കുന്നുണ്ട്. ലൂസിഫർ എന്നെ അബ്സോർവ് ചെയ്തത് കൊണ്ട് തന്നെ എന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് നീ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമാണ്. ഇതുപോലത്തെ അറ്റാക്സ് ഒന്നും എന്റെ മേത്ത് ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാക്കത്തില്ല. നീ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്പെല്ല് ഭയങ്കരധികം എനോർമസ് ആണ്. അതുകൊണ്ട് നിനക്കത് കുറെ നേരം പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല. ഇപ്പം എല്ലാം തീർന്നില്ലേ? നിന്റെ സ്ട്രഗിൾ എല്ലാം പോയിന്റ്ലെസ് ആയിട്ട് മാറി. പിന്നെ കാണിക്കുന്നത് മോർഗനെ, യാമിനും ജാക്കിനെയാണ്. ജാക്കിന്റെ തൊട്ടടുത്ത് നമ്മുടെ യാമിൻ പോകുന്നുണ്ട്. ജാക്ക് ആകുന്ന മരിക്കുന്നതിന്റെ തൊട്ട് വക്കത്ത് നിൽക്കുവാണ്. പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോകുവാണ്. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ജാക്കിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു സോഡ് പോകുന്നുണ്ട്. അത് മറ്റാരുടെ അല്ലായിരുന്നു, നമ്മുടെ യാമയുടെയാണ്. യാമ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്തുവാണ് കാണിച്ചത്? കുറച്ചുകൂടെ മാറിയിരുന്നെങ്കിൽ എന്റെ ഇടത്തെ കണ്ണ് പൂർണ്ണമായിട്ടും പോയെന്ന്. അപ്പൊ തന്നെ നമ്മുടെ യാമി പറയുന്നുണ്ട്, എടാ മന്ദബുദ്ധി, എഴുന്നേക്കാൻ നോക്ക്. നമ്മളെ രണ്ടുപേരും കണ്ട വശപശക ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെയാണ് മന്ദബുദ്ധി. യാമി, നമ്മുടെ മിഷൻ കഴിഞ്ഞു, നമുക്ക് നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞുകൊണ്ട് മോർഗൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മോർഗൻ യാമിക്ക് പറയുന്നുണ്ട്, എന്റെ യാമി, നീ ബാക്കിയുള്ളവരായിട്ട് ഒന്ന് മര്യാദക്ക് നിൽക്കാൻ നോക്കിയോട്ടെ. ഞാനെന്ത് ചെയ്യാനാണ്? അവന് ആദ്യം ഫൈറ്റ് എടുക്കാൻ വന്നത്. അത് അവരല്ലേ, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഡ്യൂ. അത് തന്നെ അവർ ഈ ജനറേഷനിലെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിസ്റ്ററിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആർട്ടിബ്യൂട്ട് ആണ് ലൈറ്റ്. അത് മാത്രമല്ല ഡാർക്ക് എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റും. അവർ രണ്ടുപേരും കിടിലൻ കോംബോ തന്നെ. ലൈറ്റും ഡാർക്കും എനിക്കവരെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം എന്തൊക്കെ വന്നാലും ഞാൻ അവരെ രണ്ടുപേരെയും മുറിച്ചിരിക്കും. മാറിയാമി, എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് അത്രയും വലിയ വൂൺസും വെച്ചുകൊണ്ട് എഴുന്നേക്കാൻ പോകും. അപ്പൊ തന്നെ മോർഗൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. പേടിക്കണ്ട, ഞാൻ എന്റെ ലൈറ്റിന്റെ സഹായത്തോടെ കൂടി നിന്നെ സ്വർഗത്തിലേക്ക് അയക്കാം. ജാക്കബ് പറയുന്നുണ്ട്, ഞാൻ ഇത്ര നാള് കണ്ണിൽ കണ്ട എല്ലാം സ്ലാഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നത്. എന്റെ അവസാനത്തെ അറ്റാക്ക് ആണെങ്കിലും ഞാൻ എന്റെ ഫുൾ പവർ എടുത്ത് സ്ലാഷ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ അവസാനത്തെ സ്ലാഷ് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മോർഗനും അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മോർഗന്റെ നേരെയാണ് ആ സ്ലാഷ് ചെല്ലുന്നത്. എന്നാൽ അത് ഒരിക്കലും ഒരു നോർമൽ അറ്റാക്ക് അല്ലായിരുന്നു. ജാക്ക് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ഒരു അറ്റാക്ക് കൂടിയായിരുന്നു. യൂണോയുടെ സ്പെല്ല് കഴിഞ്ഞു ആ ഒരു അറ്റാക്കിന്റെ പവേഴ്സ് ചെയ്തു. ക്ലോർ കിണ്ണത്തിന്റെ സൈഡിൽ ഒരു വലിയൊരു ഗർത്തം തന്നെ ഉണ്ടായി. അതിന്റെ അകത്തുപെട്ട പലധികം പലഡിയൻസും രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ജാക്ക് ചോദിക്കുന്നുണ്ട്, യാമി, എന്റെ അവസാനത്തെ സ്ലാഷ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ജാക്ക്, എങ്കിലും ഞാൻ പറയാലോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അത്രയും അടിപൊളിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരേ ഒരു റിഗ്രറ്റ് മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ സ്ലാഷ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് അവിടെ മരിച്ചു വീഴുവാണ്. അതെന്റെ മേത്ത് വീണിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ കഥ കഴിഞ്ഞെന്നു മോർഗൻ യാമെടുക്കെ പറയുന്നുണ്ട്. യാമിക്കാട്ടെ വളരെയധികം ദേഷ്യം വന്നു. നീ എനിക്കറിയുന്ന മോർഗനല്ല,
നീ പേടിക്കൊന്നും വേണ്ട, അതെനിക്ക് ചെറിയധികം വിഷമം തന്നെങ്കിലും ഉള്ളത് പറയാലോ, ഇനിയും കുറെ പേര് ഇവിടെ മരിക്കാൻ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മറി ലിയോനാണ്. പുള്ളിക്കാരിയായിട്ട് നമ്മുടെ മോറിസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരുടെ ലെഫ്റ്റ് കൈ പൂർണ്ണമായിട്ടും പൊടിഞ്ഞ് ഇല്ലാണ്ടായിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്.